ഹലോ, വെൽക്കം all of you. വരാൻ പോകുന്ന സെറ്റ് ബോട്ടണി എക്സാമിന്റെ ക്രാഷ് കോഴ്സ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആരംഭിച്ചു കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങളേ ഉള്ളുവെങ്കിലും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് കവർ ചെയ്യുകയാണ് ഇനി വേണ്ടത്. നമുക്ക് 2025 ഫെബ്രുവരിയിൽ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: diaminopimelic acid and tetroic acid be found in prokaryotes, eukaryotes, yeast and plastids. നമുക്കറിയാം അത് ബാക്ടീരിയയിൽ കാണുന്നതാണ്. വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയയിൽ നിന്ന് സുവോളജിയിലും ബോട്ടണിയിലും സെറ്റ് HSST തുടങ്ങി വിവിധ എക്സാമുകളിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയയെ കുറിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക. സാധാരണയായിട്ട് ബാക്ടീരിയൽ സെൽ എൻവലപ്പില് ഒരു 3 ലേയേഴ്സ് ഉണ്ട്: ഗ്ലൈക്കോകാലിക്സ്, സെൽ വാൾ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. അതെല്ലാം ഗ്ലൈക്കോകാലിക്സ്, സെൽ വാൾ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. ഈ ഡയഗ്രം ഞാൻ കാണിച്ചത് പറയാം, നോക്കി. ഗ്ലൈക്കോകാലിക്സ് ഡിഫേഴ്സ് ഇൻ കോമ്പോസിഷൻ ആൻഡ് തിക്നെസ് എമംഗ് ഡിഫറെന്റ് ബാക്ടീരിയ. പലതിനും പല രീതിയിൽ. ഇറ്റ് കുഡ് ബി എ ലൂസ് ഷീറ്റ് കാൾഡ് ദ സ്ലൈം ലെയർ. ചിലതിൽ സ്ലൈം ലെയർ എന്ന് പറയും ഏറ്റവും പുറമേയുള്ള ഈ ഗ്ലൈക്കോകാലിക്സ്. while in others it may be thick and tough called capsule. ഇവിടെ ഏറ്റവും പുറമേ കാണിച്ചിരിക്കുന്ന ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയും capsule ആണ് കേട്ടോ. നമുക്കറിയാം കാപ്സുലേറ്റഡ് ആൻഡ് നോൺ കാപ്സുലേറ്റഡ് ബാക്ടീരിയ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഏറ്റവും പുറമേ എന്താണ്? ഗ്ലൈക്കോകാലിക്സ്. ഇവിടെ capsule. തൊട്ടടുത്ത് സെൽ വാൾ, അതാണല്ലോ പെപ്റ്റിഡോഗ്ലൈക്കൻ സ്ട്രക്ചർ വളരെ ഭംഗിയായിട്ട് പഠിക്കണം, ഞാൻ പറയാം. അതിന്റെ ഏറ്റവും അതായത് ഇന്നർ മോസ്റ്റ് ആയിട്ട് സെൽ മെംബ്രെയിൻ, അതായത് പ്ലാസ്മ മെംബ്രെയിൻ. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, അതായത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ എന്തുകൂടെ ഉണ്ട് ഓർക്കാമോ? എന്താണ്? ഈ സെൽ വാളിന് പുറമെ, ഇവിടെ സെൽ വാളിന് പുറമെ കാപ്സ്യൂൾ, അതായത് ഗ്ലൈക്കോകാലിക്സ്. പക്ഷെ ഇവിടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയില് സെൽ വാളിന് പുറമെ, പെപ്റ്റിഡോഗ്ലൈക്കൻ പുറമെ ഇതുണ്ട്, ഒരു ഔട്ടർ മെംബ്രെയിൻ കൂടെ ഉണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്തിരിക്കുക. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഡൈഅമിനോപിമലിക് ആസിഡും ടെട്രോയിക് ആസിഡിന്റെ കാര്യമാണ് ഇവിടെ കാണുന്നത്. അത് ബാക്ടീരിയ എന്ന് പറഞ്ഞു. ബാക്ടീരിയകൾ എവിടെയാണ് എല്ലാം കൃത്യമായിട്ട് നമ്മളിപ്പോൾ മനസ്സിലാകും. നോക്കാം. ഇപ്പോ ബേസ്ഡ് ഓൺ ദ സ്റ്റെയിനിങ് പ്രൊസീജിയർ ബാക്ടീരിയ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക. എങ്ങനെ? ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും. അപ്പോൾ ഇവിടെ ഈ പെപ്റ്റിഡോഗ്ലൈക്കന്റെ പ്രത്യേകത ഒന്ന് നോക്കാം. പെപ്റ്റിഡോഗ്ലൈക്കൻ, അതായത് മുറമിക് ആസിഡ്, it's a major component of the cell walls of most bacteria. Peptidoglycan layer gram positive bacteria കുറച്ച് thick ആയിരിക്കും തന്നല്ലോ compared to gram negative bacteria. ഇനി in gram positive bacteria cell wall contains tightly bound tetroic acid. ഇതാ tetroic acid പല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ പറയുന്നത് ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ടെട്രോയിക് ആസിഡ് ഇവിടെ കാണുന്നു എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതാ ഡൈഅമിനോപിമലിക് ആസിഡും ടെട്രോയിക് ആസിഡും എവിടെ കാണുന്നു? ബാക്ടീരിയയിലാണോ, യൂക്കാരിയോട്സിലോ, ഈസ്റ്റിലാണോ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിരിക്കുക. പക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, അതിൽ എവിടെയാണ് അത് കാണുന്നത്? ബാക്ടീരിയയിൽ തന്നെ എവിടെയാണ് കാണുന്നത് എന്നല്ല. അപ്പൊ ഈ ഗ്രാം പോസിറ്റീവിലാണോ നെഗറ്റീവിലാണെന്ന് മനസ്സിലാക്കുക. ഇനി ഗ്രാം പോസിറ്റീവിൽ തന്നെ എവിടെയാണ് കാണുന്നത്? നമുക്ക് ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ സെൽ വാൾ, അതായത് നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ കണ്ടെയ്ൻസ് ടൈറ്റ്ലി ബൗണ്ട് ടെട്രോയിക് ആസിഡ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയില് എന്തും കാണാം? മൈക്കോലിക് ആസിഡ്. അത് എല്ലാ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലും കാണത്തില്ല. മൈക്കോ ബാക്ടീരിയം, നൊക്കാർഡിയ, കോർണി ബാക്ടീരിയം എക്സെട്ര, ഇങ്ങനെയുള്ള ബാക്ടീരിയ. ഞാൻ പറഞ്ഞല്ലോ, ഇതില് ഓരോ പോയിന്റും ഓരോ ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സാമുകളിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നമുക്കറിയാം. സുവോളജി എന്നോ ബോട്ടണി എന്നോ ഭേദമല്ലാതെ എല്ലാത്തിലും. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ പൊസസ് റിലേറ്റീവ്ലി തിൻ വാൾ. അപ്പോൾ അതായത് അതിനെ ലെയർ പെപ്റ്റിഡോഗ്ലൈക്കൻ കുറച്ചുകൂടി തിന്നാണ്. The cell wall of gram negative bacteria is surrounded by an additional membrane structure called outer membrane. ഞാൻ പറഞ്ഞു ഔട്ടർ മെംബ്രെയിൻ. അപ്പൊ ഈ ഔട്ടർ മെംബ്രെയിനിൽ പെപ്റ്റിഡോഗ്ലൈക്കനിലല്ല, ഈ ഔട്ടർ മെംബ്രെയിനിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ മാത്രം കാണുന്ന ഔട്ടർ മെംബ്രെയിനിൽ എന്ത് കാണും? LPS, അത് ലിപ്പോപോളിസാക്കറൈഡ്സും പോറിൻസും കാണും, മറക്കരുത്. അപ്പോൾ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയില്
പെപ്റ്റിഡോഗ്ലൈക്കന് പുറമെ, സാധാരണ പെപ്റ്റിഡോഗ്ലൈക്കന് പുറമെ എന്താണ് ഗ്ലൈക്കോകാലിസ്. ഗ്ലൈക്കോകാലിസ് എല്ലാ ബാക്ടീരിയയിലും കാണുന്നില്ല. ഇവിടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയില് പെപ്റ്റിഡോഗ്ലൈക്കന് പുറമെ അത് ഗ്ലൈക്കോകാലിസ് ഉണ്ടെങ്കിൽ അകത്തായിട്ട് എന്താ ഔട്ടർ മെമ്പറൈൻ ഉണ്ട്. ഈ ഔട്ടർ മെമ്പറൈനിലാണ് LPSഉം പോറിൻസും കാണുക. ഇനി നമുക്ക് ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കന്റെ സ്ട്രക്ചർ ഞാൻ പറയാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിക്കുക. ഇവിടെ പെപ്റ്റിഡോഗ്ലൈക്കനില് ഇറ്റ് കൺസ് ഓഫ് റിപ്പീറ്റിംഗ് disaccharides attached to chains of 4 or 5 amino acids. ആദ്യത്തെ പോയിന്റ് ഒന്ന് മനസ്സിലാക്കുക. ഇറ്റ് കൺസ് ഓഫ് റിപ്പീറ്റിംഗ് ഡൈസാക്കറൈഡ്സ്. നമ്മൾ പല ഡൈസാക്കറൈഡ്സും കേട്ടിട്ടുണ്ട്. സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് ഒക്കെ. അതിൽ കാണുന്ന മോണോസാക്കറൈഡ്സും അറിയാം, ഞാനിവിടെ പറയുന്നില്ല. ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഡൈസാക്കറൈഡ്സ് നോക്കിയേ. നാഗ് എന്ന് പറയും. എന്താണ് നാഗ്? അതായത് N-acetyl glucosamine നാഗ്, N-acetyl മുറമിക് ആസിഡ് നാം. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് എന്താ ഇവിടെ. അപ്പൊ ഇവിടെ നോക്കാം, N-acetyl മുറമിക് ആസിഡ്, ഇത് നാം എന്നിരിക്കട്ടെ, ഇത് നാം, ഇത് നാഗ് കണ്ടോ, രണ്ടും കൂടെ ചേർന്നിരിക്കുകയാണ്. β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കൊണ്ടാണ്. ഐ എം റിപ്പീറ്റിംഗ്. ഞാൻ ഈ പറയുന്ന ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ ആണെന്ന് ഓർക്കുക, വിവിധ എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കനിൽ എന്തുണ്ട്? റിപ്പീറ്റിംഗ് ഡൈസാക്കറൈഡ്സ് കണ്ടോ. ഇതാ ഒരു ഡൈസാക്കറൈഡ്, ഈ രണ്ട് മോണോസാക്കറൈഡ്സ് ചേർന്ന് ഒരു ഡൈസാക്കറൈഡ്. ഈ മോണോസാക്കറൈഡ്സ് ഏതാണ്? നാഗ്. പരസ്പരം എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു? എന്താ β1,4 ഗ്ലൈക്കോസിഡ് ലിങ്ക്. ഇനി മറ്റൊരു ഡൈസാക്കറൈഡ് കണ്ടോ. ഇങ്ങനെ ധാരാളം ഡൈസാക്കറൈഡ്സ് കാണാം. ഇനി അടുത്ത പോയിന്റ്, ഒരു ടെട്രാപെപ്റ്റൈഡ് നാമിൽ അറ്റാച്ച് ചെയ്യും. നാഗിലല്ല, ഏതിലാണ്? നാമില്. ടെട്രാപെപ്റ്റൈഡ് ചെയിൻ കണ്ടെയ്ൻ എത്ര? 4 അമിനോ ആസിഡ് അറ്റാച്ച് ടു നാം. ഇനി ചിലപ്പോ 5 എണ്ണം കാണും, അത് റയർ ആയിട്ടാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഒരു ടെട്രാപെപ്റ്റൈഡ്. ഈ ടെട്രാപെപ്റ്റൈഡിൽ കാണുന്ന അമിനോ ആസിഡിനും ഇതാ ഒരു ടെട്രാപെപ്റ്റൈഡ്. ഇവിടെ നാമില് കണ്ടോ മറ്റൊരു ടെട്രാപെപ്റ്റൈഡ് ഇവിടെയൊക്കെ കാണാം. ഇവിടെ നോക്കി, ആ ടെട്രാപെപ്റ്റൈഡിൽ കാണുന്ന ഓരോ അമിനോ ആസിഡിനും പ്രത്യേകതയുണ്ട്. ആദ്യം കാണുന്നത് എൽ അലാനിൻ കണ്ടോ, ഡി ഗ്ലൂട്ടമിക് ആസിഡ്, എൽ ലൈസിൻ, ഡി അലാനിൻ കണ്ടോ. എല്ലും അതായത് ഡി അമിനോ ആസിഡും ആൾട്ടർനേറ്റ് ചെയ്ത് വരുന്നു. അതൊരു പോയിന്റാണ്. ഇവിടെ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എൽ അലാനിൻ, ഡി ഗ്ലൂട്ടമിക് ആസിഡ്, എൽ ലൈസിൻ, ഡി അലാനിൻ മറക്കരുത്. ഈ മൂന്നാമത്തെ അമിനോ ആസിഡ് ചിലതിൽ മാറാം. ലൈസിന് പകരം ത്രിയോണിൻ വരാം, ഓർത്തിരിക്കുക. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനിലെ പ്രധാനപ്പെട്ട പോയിന്റ് ഇത് അവിടെ വരുന്നു. ഇവിടെ ഈക്കോളൈ പോലുള്ള ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയില് ഈ മൂന്നാമത്തെ അമിനോ ആസിഡ് ലൈസിന് പകരം എന്താണെന്ന് അറിയാമോ? ഡൈ അമിനോ പിമലിക് ആസിഡ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഡൈ അമിനോ പിമലിക് ആസിഡ് എവിടെ കാണുന്നു? ഈസ്റ്റിലാണോ, മറ്റ് യൂക്കാരിയോട്സിലാണോ, ഇങ്ങനെയൊക്കെ. അപ്പൊ ബാക്ടീരിയൽ എന്ന് മനസ്സിലായി. ബാക്ടീരിയൽ തന്നെ ഏതിലാണ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ പോലുള്ള ഈക്കോളയില്. അപ്പൊ ഈക്കോളയില് ഈ ടെട്രാപെപ്റ്റൈഡ് മൂന്നാമത്തെ അമിനോ ആസിഡ് എന്തായിരിക്കും? ഡൈ അമിനോ പിമലിക് ആസിഡ്. മനസ്സിലായോ? പിന്നെ മറ്റൊരു കാര്യം ഓർത്തുക, ഞാൻ എല്ലാ കാര്യവും പറയേണ്ട സമയമില്ല. ഈ ഡി അമിനോ ആസിഡ് കാണുന്നു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. അത് ഈ പ്രോട്ടീസസ് എൻസൈമിന് വളരെ റെസിസ്റ്റന്റ് ആണ്. അപ്പൊ അതൊക്കെ യുണീക്കാണ്. അതൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. അടുത്ത പോയിന്റ്, ഇവിടെ ടെട്രാപെപ്റ്റൈഡ് പാരലായിട്ടല്ലേ കാണുന്നത് കണ്ടോ. പാരലായിട്ടാണ്. ഈ പാരലായിട്ട് കാണുന്ന ടെട്രാപെപ്റ്റൈഡുകളെ പരസ്പരം ബന്ധിപ്പിച്ച് PPCB കാണാം. എന്താണ് PPCB? പെന്റാഗ്ലൈസിൻ പെപ്റ്റൈഡ് ക്രോസ് ബ്രിഡ്ജ്. പേര് കൊണ്ട് തന്നെ അറിയാം. 5 ഗ്ലൈസിൻ ചേർന്ന കണ്ടോ ഒരു ലിങ്കേജ് കണ്ടോ. 1, 2, 3, 4, 5. ഇനി അത് എവിടെയെല്ലാം അറ്റാച്ച് ചെയ്യുന്ന അതും വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് അറിയാമോ? PPCB ലിങ്ക്സ് ലൈസിൻ ഓഫ് 1 ടെട്രാപെപ്റ്റൈഡ് കണ്ടോ. ഈ ടെട്രാപെപ്റ്റൈഡിന്റെ 1, 2, 3 മൂന്നാമത്തെ ഇവിടെയാണ് ലൈസിൻ. ഈ ലൈസിനും ഇവിടത്തെ ഏതില ലാസ്റ്റിലെ. അപ്പൊ ടെട്രാപെപ്റ്റൈഡ് ഡി അലാനിൻ ഓഫ് അതർ ടെട്രാപെപ്റ്റൈഡ് അല്ലെ. അപ്പൊ ഒരു ടെട്രാപെപ്റ്റൈഡ് ലൈസിനും മറ്റേ ഡി അലാനിൻ ഇവിടത്തെ അല്ല, ഏറ്റവും ലാസ്റ്റിലെ. ക്ലിയർ അല്ലേ?
ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, അപ്പൊ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വളരെ ബാക്ടീരിയയാണ്. ബാക്ടീരിയയിൽ അത് എവിടെയൊക്കെയാണുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതും നമ്മുടെ ഫാമിലി മോർഫോളജിയിൽ നിന്നൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻജിയോസ്പേം ഫാമിലി വിത്ത് സിഞ്ചീനിയസ് ആന്തസ്, ഫാബേസിയ, ആസ്റ്ററേസിയ, അപ്പോസൈനേസിയ, കുക്കുർബിറ്റേസിയ. ആസ്റ്ററേസിയ നമുക്കറിയാം, അത് ഇതുമായിട്ട് സമാനമായിട്ട് ചോദിക്കുന്ന ചില മറ്റു ചില കാര്യങ്ങൾ ഡയഗ്രാം കേട്ടോ. മിക്കവാറും അറിയാമല്ലോ, ഈ മോർഫോളജിയും അതിന്റെ വിവിധ ഫാമിലിയിലുള്ള ക്യാരക്ടേഴ്സുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ മോർഫോളജി. അപ്പൊ അതില് ഫ്ലവറിന്റെ ക്യാരക്ടർ നന്നായിട്ട് പഠിക്കണം അല്ലേ. അപ്പൊ അത് മറ്റ് ചില കാര്യങ്ങളോട് മനസ്സിലാക്കാം. അപ്പൊ സിഞ്ചീനിയസ് സ്റ്റേറ്റ്മെന്റ്, when the anthers are united together into a bundle, syngenesious ഇവിടെ നോക്കാം. ഇവിടെ എന്താണ്? when the anthers are united into a bundle, filaments are free അല്ലെ. സ്റ്റെം അതാണ് സിഞ്ചിനസ്. എക്സാമ്പിൾ സൺഫ്ലവർ ഒക്കെ അല്ലെ, മറിഗോൾഡ്, കമ്പോസിറ്റ് അഥവാ ആസ്റ്ററേസിയല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി മറ്റ് കാര്യം സിനാൻഡ്രസുകളിലാണ്. when the stamens are united, then throughout their outer length by both the filaments and the anthers. So they are said to be synandrous. അത് കുക്കുർബിറ്റേസിയിലെല്ലാം കാണുന്നതാണ്. കുക്കുർബിറ്റേസിയിൽ പിന്നെ മോണോഡൽഫസ് ആയിട്ടുള്ള ഇത് എന്താണ് എല്ലാവർക്കും അറിയാമെങ്കിൽ മാൽബേസിയില്ല. ഇപ്പൊ ഫാമിലി ഇവിടെ മനസ്സിലാക്കുക. അതുപോലെ ഡയഡൽഫസ് എന്താണ്? when the filaments are united into two bundles ഉണ്ടോ, the anthers are free. അപ്പൊ ഇതിൽ എന്താണ്? പാപ്പിലോനെസിലാണ് അല്ലെ. ഞാനിപ്പോ സ്പീഡിൽ പറയുന്നത് കാര്യം ഇതെല്ലാം പലർക്കും അറിയാന്നുള്ളതായിരിക്കും, വലിയ കാര്യങ്ങൾ ഇല്ല. പക്ഷെ എന്നാലും മനസ്സിലാക്കി തരാം ഏത് ഫാമിലി ആണെന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. പോളിയോഡൽഫസ് ആണെങ്കിൽ when the filaments are united into, when the filaments are united, ഇവിടെയും ഫിലമെന്റ്സ് യുണൈറ്റഡ് തന്നെയാണ്, പക്ഷെ ഇവിടെ ഫിലമെന്റ്സ് യുണൈറ്റഡ് ഇൻ എ നമ്പർ ഓഫ് ബണ്ടിൽസ് മോർ ദാൻ 2. ഓർത്തിരിക്കുക, മോർ ദാൻ 2. ഇതെല്ലാം ചോയ്സിൽ തെറ്റിക്കാനായിട്ട് ചോദിക്കും. കാര്യം 2 ആണെങ്കിൽ ഇവിടെ ഡയഡൽഫസ് പറഞ്ഞു. അപ്പൊ ഇവിടെ ബണ്ടിലായിട്ട് തന്നെ മോർ ദാൻ 2, ബട്ട് ദ ആന്തേഴ്സ് ആർ ഫ്രീ. അത് ഇപ്പൊ റുട്ടേസിയ, അത് ടിപ്പിക്കൽ ഫാമിലിയാണ് ഈ പോളിയോഡൽഫസ്. പിന്നെ ഈ കാസ്റ്റർ അറിയാമല്ലോ, അത് യൂഫോബേസിയിലാണ്, പക്ഷെ അതിലും ഇതാണ് കാണുന്നത്, പോളിയോഡൽഫസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് obturator is an outgrowth of placenta or the question is, in the ovary cavity, pollen tube is guided by obturator, synergist, egg, charasa. അത് പലർക്കും ഈ ഫിലിഫോം അപ്പാറ്റസുമായിട്ട് തെറ്റിപ്പോകരുത്, ശ്രദ്ധിക്കുക. ഈ ഒപ്റ്റുറേറ്റർ, ഇവിടെ നമുക്ക് ഒപ്റ്റുറേറ്റർ ആണ് ആൻസർ. അതായത് ഒപ്റ്റുറേറ്റർ എന്ന് പറയുന്നത് ഔട്ട്ഗ്രോത്ത് ഓഫ് പ്ലാസന്റ ട്യൂണിക്കുലസ് എന്ന് വരുന്നതാണ്, പഠിച്ചിട്ടുണ്ടല്ലേ. ഒപ്റ്റുറേറ്റർ ഹെൽപ്സ് ഇൻ ഡയറക്റ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് പോളൻ ടുവേഴ്സ് ദ മൈക്രോപൈൽ. പക്ഷെ ഫിലിഫോം അപ്പാറ്റസ് എന്ന് പറഞ്ഞാൽ ലൊക്കേറ്റഡ് ഇൻ ദ മൈക്രോപൈൽ എൻഡ് ഓഫ് ദ സിനർജിറ്റ്. അതെന്താണ് ചെയ്യുന്നത്? ഫിലിഫോം അപ്പാറ്റസ് ഗൈഡ് ദ പോളൻ ട്യൂബ് ഇൻ ടു ദ സിനർജിറ്റ്സ്. ഇതെല്ലാം നമ്മളവിടെ പഠിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കോഴ്സ് മെറ്റീരിയൽസിനെ കുറിച്ച് ചില കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നമ്മൾ അടുത്തോട്ട് പോകും. അതായത് നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ലെക്ചർ ഉണ്ട്, സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സ്, PDF നോട്ട്സ്, പ്രാക്ടീസ് ടെസ്റ്റ്, പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനെല്ലാം ഉണ്ട്. ഇതിൽ സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് കോംപ്രിഹെൻസീവ് കളക്ഷൻ ഓഫ് സ്റ്റഡി മെറ്റീരിയൽസ് കവറിംഗ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ ദ സിലബസ് ഓഫ് അവർ എക്സാം ഇൻക്ലൂഡിംഗ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പിന്നെ അതുകൂടാതെ പിന്നെ എന്താണ് കോഴ്സ് മെറ്റീരിയൽസ്, ഇവിടെ ഡീറ്റെയിൽഡ് നോട്ട്സ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് നോട്ട്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CredoChat is caused by CredoChat.
കോസ്റ്റ് ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഒരു ആൻസർ 18 ആയിട്ടാണ് കൊടുത്തിരുന്നത്. അതല്ല, നമുക്ക് അറിയാമായിരിക്കും. ക്രെഡ്വിച്ചാറ്റ് സിൻഡ്രോം ഡെലീഷൻ ഫ്രം ക്രോമോസോം 5 ആണ്. ഒരു ക്വസ്റ്റ്യൻ അത് അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാക്കാം അതൊരു മിസ്റ്റേക്കാണ്. അപ്പൊ ഇതിയുടെ ആൻസർ ശരിക്കും എന്താണ്? ഡെലീഷൻ ഫ്രം ക്രോമോസോം 5. അത് ഏത് ആമിലെന്നെല്ലാം ചോദിക്കും. ഞാൻ മറ്റൊരു അവസ്ഥയിൽ അത് സിൻഡ്രോംസിനെ കുറിച്ച് പറയുമ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ട്രൈസോമി 21 എന്ന് പറയുന്നത് എന്താണ്? ഡൗൺ സിൻഡ്രോം ആണ്, നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യനും സിമ്പിൾ ആണ്, പക്ഷെ അത് ഏതെല്ലാം പ്ലാന്റ്സ് ആണെന്ന് മനസ്സിലായില്ലെങ്കിൽ അത് തെറ്റും. വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ലോങ് ഡേ പ്ലാന്റ്സ്? വീറ്റ്, ഓട്സ്, ഷുഗർ ബീറ്റ്, പെപ്പർ, കുക്കുംബർ, പീ, വൈൽഡ് ബീൻ, കോട്ടൺ, മെയ്സ്, സൺഫ്ലവർ, പീ, റൈസ്. ഇതിൽ ഏതാണ് ലോങ് ഡേ പ്ലാന്റ്സ്? വീറ്റ്, ഓട്ട്, ഷുഗർ ബീറ്റ്, ഇതൊക്കെയാണ്. ഫോട്ടോ പീരിയോഡിക് റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തിൽ നിന്നാണല്ലേ ചോദിക്കുന്നത്. അതിലൊന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും എല്ലാ ഭാഗത്തു നിന്നും. അതെല്ലാം വളരെ സിമ്പിളായിട്ട് നമ്മുടെ സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സിലുണ്ട്. എന്നാലും ഈ ക്വസ്റ്റ്യനിലുള്ള ചില കാര്യങ്ങളൊന്ന് എക്സ്പ്ലനേഷൻ വായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 ക്ലാസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഫോട്ടോ പീരിയോഡിക് റെസ്പോൺസ്. ദേ ആർ ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ലോങ് ഡേ ആൻഡ് ഡേ ന്യൂട്രൽ. അതിൽ ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ലോങ് നൈറ്റ് പ്ലാന്റ്സ് അല്ലേ. അപ്പൊ ഇതില് ഞാൻ ഉദാഹരണം മാത്രം പറയാം. ക്രൈസാന്തിമം, കോസ്മോസ്, ഷുഗർ കെയിൻ, ടിബക്കോ, എക്സെട്ര. ഇതെല്ലാം ഷോർട്ട് ഡേ പ്ലാന്റ്സ് ആണ്. ഇത് വായിച്ചിരിക്കുക, നോട്ട്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലോങ് ഡേ പ്ലാന്റ്സിൽ റാഡിഷ്, ഷുഗർ ബീറ്റ്, ലെറ്റൂസ്, ഓട്സ്, വീറ്റ്, എക്സെട്ര. ഡേ ന്യൂട്രൽ പ്ലാന്റ് ആണ് അതിൽ നമ്മുടെ ടൊമാറ്റോ, കോൺ, മെയ്സ്, സൺഫ്ലവർ, ബാൽസം, എക്സെട്ര. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓരോന്ന് ലോങ് ടേം മെമ്മറിയിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.